പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മനോഹരമായ ഈ ഞായറാഴ്ച ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ, ഈ മഹത്വകരമായ ദിവസം ദൈവത്തെ ആരാധിപ്പാൻ തമ്പുരാൻ നമുക്കായി ഒരുക്കി തന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധനയ്ക്കായി ലഭിക്കപ്പെടുന്ന ഓരോ ദിവസങ്ങളും ശ്രേഷ്ഠവും അനുഗ്രഹവുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവസാന്നിധ്യത്തെ ദൈവസാമീപ്യത്തെ തിരിച്ചറിയുവാനും അവനോട് ചേർന്നിരിക്കാനും ലഭിക്കപ്പെടുന്ന ഈ പുണ്യദിനങ്ങൾ നമുക്ക് എത്രയോ അനിർവചനീയമാണ്. വിശുദ്ധ ശ്രീബായുടെ പെരുന്നാൾ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ഞായറാഴ്ചയായ ഇന്ന് വിശുദ്ധ ഏവൻഗലിയോൻ ഭാഗമായി നാം വായിച്ചു കേൾക്കുന്നത് ശുദ്ധിയുള്ള മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ്. ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകുമ്പോൾ അപ്പവും കൂടി എടുത്തുകൊള്ളുവാൻ മറന്നുപോയിരുന്നു. അവൻ അവരോട്, നോക്കുവിൻ, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ചുമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അപ്പം എടുക്കാത്തതിനാലാണെന്ന് അവർ ഉള്ളിൽ വിചാരിച്ചു. യേശുതമ്പുരാൻ അതറിഞ്ഞ് അവരോട് പറഞ്ഞു, അല്പവിശ്വാസികളെ, അപ്പമെടുക്കാത്തതിനാലാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട്? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? 5000 പേരുടെ ആ 5 അപ്പത്തെ എത്ര കുട്ടകൾ മിച്ചമെടുത്തു എന്നുള്ളതും 4000 പേരുടെ ആ 7 അപ്പത്തെയും എത്ര വൻകുട്ടകൾ മിച്ചമെടുത്തു എന്നുള്ളതും നിങ്ങൾ ഓർക്കുന്നില്ലയോ? പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ചുമാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കാത്തത് എന്തുകൊണ്ട്? പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശത്തെ അല്ലാതെ അപ്പത്തിനുള്ള പുളിച്ചുമാവിനെ സൂക്ഷിച്ചു കൊള്ളുവാനല്ല അവൻ പറഞ്ഞതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. കർത്താവിന്റെ ശിഷ്യഗണത്തെ കൂടെ നടത്തി പഠിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. 5 അപ്പത്തിൻ്റെ ആ വലിയ അത്ഭുതം കഴിഞ്ഞ് കർത്താവ് അക്കരയ്ക്ക് പോകുവാനായിട്ട് ശിഷ്യന്മാരോട് കൽപ്പിക്കുകയും അങ്ങനെ അവർ അക്കരയ്ക്ക് യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ യേശുതമ്പുരാൻ അവരോട് പറയുന്നു, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ചമാവിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. അവൻ്റെ ഓരോ വഴിയാത്രകളിലും പഠനത്തിൻ്റെ വഴികളിൽ കൂടെയാണ് അപ്പോസ്തലന്മാരെ നടത്തിയത്. 3.5 വർഷക്കാലം കൂടെ നടത്തി, പ്രവർത്തനങ്ങളിൽ കൂടെ, വാക്കുകളിൽ കൂടെ, ജീവിതത്തിൽ കൂടെ അനേക കാര്യങ്ങൾ ക്രിസ്തു പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥ ഗുരുകുല സമ്പ്രദായം ആരംഭിക്കപ്പെട്ടത് ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലാണ്. ഗുരുവിൻ്റെ ഇരുന്ന് പഠിക്കുന്ന അനുഭവങ്ങൾ, ഗുരുവിൽ നിന്ന് കണ്ടുപഠിക്കുന്ന അനുഭവങ്ങൾ, ഗുരുവിൽ നിന്ന് കേട്ടു പഠിക്കുന്ന അനുഭവങ്ങൾ, അങ്ങനെ കണ്ടും കേട്ടും മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്തി വരുന്നവരാണ് അപ്പോസ്തലന്മാർ. 3.5 വർഷം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സമൂലമായൊരു മാറ്റമുണ്ടായോ എന്ന് ചോദിച്ചാൽ 3.5 വർഷം കൊണ്ടും അവരുടെ ജീവിതത്തിൽ ഒരു സമൂലമായ മാറ്റമൊന്നും ഉണ്ടാകുന്നത് കാണുന്നില്ല. എന്നാൽ അവരിലേക്ക് പരിശുദ്ധാത്മാവ് കൂടെ ഇറങ്ങി വന്നപ്പോഴാണ് കർത്താവ് 3.5 വർഷം പഠിപ്പിച്ചതിൻ്റെ മഹത്വത്തെ തിരിച്ചറിയുവാനും ആ മഹത്വത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും ഇടയായിത്തീർന്നത്. ഗന്നസരേത്ത് തടാകത്തിൻ്റെ കരയിൽ വെച്ച് പത്രോസിനെ കർത്താവ് വിളിച്ചത് മീൻ പിടിക്കാനല്ല, മനുഷ്യരെ പിടിക്കാനാണ്. എന്നാൽ ആ മനുഷ്യരെ പിടിക്കുന്ന അനുഭവത്തിലേക്ക് പത്രോസിനെ 3.5 വർഷം കൊണ്ടു നടന്ന് പഠിപ്പിച്ചിട്ടും പത്രോസിൻ്റെ ജീവിതത്തിൽ അതുപോലൊരു അനുഭവത്തിലേക്ക് കടന്നു വരാൻ അവന് കഴിഞ്ഞില്ല. എന്നാൽ പരിപൂർണമാക്കുന്നവനായിരിക്കുന്ന പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ മനുഷ്യരെ പിടിക്കുന്നവനായി മാറി. അങ്ങനെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് പഠിപ്പിച്ച മനോഹരമായൊരു വസ്തുതയാണ്, പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ചമാവിനെ സൂക്ഷിച്ചു കൊള്ളണം. ഇത് കർത്താവ് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവിടെ നിന്ന് ബാക്കി വന്നതായ അപ്പം എടുക്കാത്തത് കൊണ്ടാണ് അവൻ പറഞ്ഞത് എന്ന് ചിന്തിച്ചു. ക്രിസ്തു അവരോട് പറയുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? എനിക്ക് ഈ അപ്പത്തെക്കുറിച്ചുള്ള വിചാരം മാത്രമാണോ നിങ്ങൾക്കുള്ളത്? ഈ അപ്പത്തെക്കുറിച്ച് നിങ്ങളിങ്ങനെ വ്യാകുലപ്പെടുന്നത് എന്തിനാണ്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ, 4 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കാൻ എനിക്കറിയാമെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ അപ്പത്തെക്കുറിച്ച് ഭാരപ്പെടുന്നത്? അപ്പോൾ അപ്പത്തെക്കുറിച്ചല്ല ക്രിസ്തു പറയുന്നത്. പിന്നെയോ അവൻ തന്നെ വ്യക്തമായി അവരെ ഓർമ്മിപ്പിക്കുകയാണ്, പരീശന്മാരുടെയും സദൂക്യരുടെയും ഉപദേശത്തെയാണ് സൂക്ഷിച്ചു കൊള്ളേണ്ടത്. എന്താണ് അവരുടെ ഉപദേശത്തിൻ്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത്? യേശുതമ്പുരാൻ തന്നെ പലപ്പോഴും ഈ പരീശ സമൂഹത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ ജനത്തെ പഠിപ്പിക്കുന്നവരാണ്, ജനത്തെ പ്രവർത്തിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നവരാണ്.
ന്യായപ്രമാണത്തെ ജനത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ ചെറുവിരൽ കൊണ്ടുപോലും നിങ്ങൾ അവയെ തൊടുന്നില്ല. നിങ്ങൾ നിയമത്തെ പാലിക്കുന്നില്ല, ന്യായപ്രമാണത്തെ അനുസരിക്കുന്നില്ല. നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവൃത്തിപഥത്തിലാക്കുന്നില്ല. നിങ്ങൾ പഠിപ്പിക്കുന്നവരാണ്, ഉപദേശിക്കുന്നവരാണ്, പക്ഷേ നിങ്ങളുടെ ഉപദേശങ്ങളൊന്നും പ്രവൃത്തിപഥത്തിലായിത്തീരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തു പറയുന്നത് നിങ്ങൾ ചെറുവിരൽ കൊണ്ടുപോലും അവയെ സ്പർശിക്കുന്നില്ല. ആ പരീക്ഷ സമൂഹത്തിൻ്റെ ഉപദേശത്തെക്കുറിച്ചാണ് പരിശുദ്ധനായിരിക്കുന്നവൻ തൻ്റെ ശിഷ്യഗണത്തോട് പറയുന്നത്, നിങ്ങൾ അവരെ സൂക്ഷിക്കണം, അവരുടെ ഉപദേശത്തെ സൂക്ഷിച്ചു കൊള്ളണം. അവരുടെ ഉപദേശത്തിനല്ല കുഴപ്പം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കർത്താവ് പറയുന്നു, അവരുടെ ഉപദേശത്തെ സ്വീകരിക്കുക, അവരുടെ പ്രവൃത്തിയെ നോക്കരുത്. അവരുടെ ഉപദേശത്തെ നിങ്ങൾ സ്വീകരിച്ചോ, പക്ഷേ അവരുടെ പ്രവൃത്തികളെ നിങ്ങൾ നോക്കരുത്. അവരുടെ പ്രവൃത്തികൾ നല്ലതല്ല എന്ന് ക്രിസ്തു തന്നെ വ്യക്തമായി വെളിപ്പെടുത്തുകയും. അതുകൊണ്ട് ഇവിടെ പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് കർത്താവ് പഠിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴുമായി പ്രവൃത്തിയില്ലാത്തതായ ഉപദേശങ്ങളെ കണ്ടിട്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ അവരുടെ ഉപദേശം സൂക്ഷിക്കണം, കാരണം അവർ പ്രവർത്തിക്കുന്നവരല്ല. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശം പ്രവൃത്തി പദത്തിലുള്ളതായ വിശ്വാസത്തെ, പ്രവൃത്തി പദത്തിലുള്ളതായ ജീവിതത്തിൻ്റെ മാതൃകകളെ ലോകത്തിന് മുൻപിൽ വരച്ചു കാണിച്ചു കൊടുക്കാൻ സാധ്യമായി തീരുമ്പോൾ മാത്രമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ധന്യമായി തീരുക. മദർ തെരേസയുടെ ജീവിതം നമുക്കറിയാം. മദർ തെരേസ ലോകത്തിൻ്റെ തിരുക്കോണുകളിൽ കൂടെ നടന്ന് പ്രസംഗിച്ചൊരു വ്യക്തിയല്ല. കവലതോറും പ്രസംഗവേദികളുണ്ടാക്കി പ്രസംഗിച്ച വ്യക്തിയല്ല മദർ തെരേസ. ആ പരസ്യയോഗങ്ങൾ നടത്തിയ ആളുകളെ കൂട്ടിയതല്ല മദർ തെരേസയുടെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെയോ സമൂഹത്തിന് നടുവിൽ തള്ളപ്പെട്ട് കിടക്കുന്നവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, തെരുക്കോണുകളിലും ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്നവരെ മാറോട് ചേർത്ത് പിടിക്കുവാൻ, കാനകളിലും ഓടകളിലും അകപ്പെട്ടുപോയവരെ കൈകൊണ്ട് കോരിയെടുത്ത് ശുശ്രൂഷിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ, കുഷ്ഠരോഗികളെ വെച്ചുകെട്ടുവാനും മുറികെട്ടുവാനും അവരെ ശുശ്രൂഷിക്കുവാനും ഇടയായി തീർന്നപ്പോൾ, പ്രവൃത്തിയിലുള്ളൊരു വിശ്വാസം ലോകത്തിന് മുൻപിൽ, പ്രവൃത്തിയിലുള്ളൊരു ഉപദേശം ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. കർത്താവ് ചെയ്തതെന്താ? അവൻ അപ്പോസ്തലന്മാരുടെ കാലുകളെ കഴുകുന്നതിന് മുമ്പ് ഒരു ഉപദേശം കർത്താവ് കൊടുത്തില്ലല്ലോ. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സഹോദരൻ്റെ ശുശ്രൂഷകനാകേണ്ടതെന്ന് കർത്താവ് പഠിപ്പിച്ചില്ലേ? എന്നാൽ കർത്താവ് അവരുടെ കാലുകളെ കഴുകിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളും ഇതുപോലെ ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ ശിക്ഷഗണത്തിൻ്റെ കാലുകൾ കഴുകണം. നിങ്ങളുടെ സഹോദരൻ്റെ കാല് കഴുകുന്ന പ്രവൃത്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉപദേശമായി മാറേണ്ടത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ഉപദേശങ്ങൾ എവിടെയാണ്, നമ്മുടെ പ്രവൃത്തി എവിടെയാണെന്ന് പരിശോധിക്കപ്പെടേണ്ട കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന ഞാനും നിങ്ങളും, ക്രിസ്തുവിൻ്റെ മാർഗത്തെ പിൻപറ്റുന്നവരായിരിക്കുന്ന ഞാനും നിങ്ങളും ഇന്ന് ക്രിസ്തു മാർഗത്തിലാണോ ജീവിക്കുക എന്ന് പരിശോധിക്കപ്പെടണം. നമ്മുടെ ഇന്ന് കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും സമുച്ചയങ്ങൾ ഉണ്ടാക്കാനും ആരാധന മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുവാനും ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളും ഈ ലോകത്തിൻ്റെ ആഘോഷങ്ങളുടെയും പുറകെ കടന്നു പോകുമ്പോൾ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ മാതൃകകളെ, ആ സ്നേഹത്തിൻ്റെ ജീവിതത്തെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? ലോകത്തിൽ പാവപ്പെട്ടവരും അശരണരുമായിരിക്കുന്ന ഒരുപറ്റം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന്, കുഷ്ഠരോഗിയുടെ അടുക്കലേക്കും ഇറങ്ങിച്ചെന്ന് അവരെ മാറോട് ചേർത്ത് പിടിക്കുവാൻ ക്രിസ്തു കാണിച്ച സ്നേഹത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങളെ നന്നാക്കാൻ, നമ്മുടെ ഉപദേശങ്ങളെ നന്നാക്കാനല്ല, പ്രവൃത്തി മണ്ഡലങ്ങളെ നന്നാക്കാൻ, ഒരു വലിയ ശുശ്രൂഷ ലോകത്തിന് മുമ്പിൽ ജീവിതത്തിൽ കൂടെ കാണിച്ചു കൊടുക്കാൻ ഇടയായി തീരുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം പൂർണ്ണമായി തീരുക. അല്ലെങ്കിൽ നാളെ നമ്മെ നോക്കി കർത്താവ് ലോകത്തോട് വിളിച്ചു പറയും, അവരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. അനുഗ്രഹിക്കപ്പെട്ടവരുടെ നമ്മുടെ പ്രവൃത്തികളെ പരിശോധിക്കപ്പെടാൻ, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കപ്പെടാൻ, പ്രവൃത്തിപൂർണമായ ഉപദേശവും വിശ്വാസവും ലോകത്തിന് മുമ്പിൽ വരച്ചു കാണിച്ചു കൊടുക്കാൻ ദൈവം നമുക്ക് കൃപയാക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയും, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല ദിവസത്തിന്, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് വഴി നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. പരീശന്മാരുടെയും സദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് കൽപ്പിച്ചു. കർത്താവേ, ഞങ്ങളും ഇന്ന് അതുപോലെ ജീവിക്കുന്നവരാണോ എന്ന് പരിശോധിക്കപ്പെടാൻ, ഞങ്ങളുടെ ഉപദേശങ്ങൾ പ്രവൃത്തിയിലായി തീരുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടാൻ ഈ ദിവസം ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. എല്ലാ നന്മയ്ക്കുമായി സ്തുതിക്കുന്നു
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ.